എൻ്റെ അടുത്ത് ആ മാന്നാർ മത്തായി സ്പീക്കിംഗ് ചെന്നപ്പോഴത്തേക്ക് കാർ ഓടിക്കണമെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ഓടിച്ചു. അപ്പം അതിന് ഒരാൾ ശരിക്കും ഇരിക്കാൻ തന്നെ ഇടവില്ല, കുറേ പേരിങ്ങനെ കയറി പോകുന്നതാണ്. അപ്പോൾ ഒരുത്തങ്ങ് ഞാനിങ്ങനെ ഈ കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ ഷൊർണൂർ സ്ഥിരം ഷൂട്ട് നടക്കുമ്പോൾ ചെറുതുരുത്തിയിൽ നിന്ന് തൃശ്ശൂർ വരണം, നല്ല ടെക്സ്റ്റൈലൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ. അപ്പോൾ ആ ഡ്രൈവർ ഇടയ്ക്ക് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ എനിക്ക് തിരിച്ചിടും, ആളില്ലാത്തടത്ത് നിന്ന് സ്റ്റിയറിംഗ് ഒക്കെ തരും. ആ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓടിച്ചു. അപ്പം ഹരിശ് അതറിയില്ല, ഒന്നിൽ തന്നെ ഇട്ടെങ്കിലും ചവിട്ട് പിടിക്കുമല്ലേ, ഈ സ്കൂട്ടർ അടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹരിശ്രീ വശം തല വെളിയിലിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു തെങ്ങിൻ്റെ അടുത്തൂടെ പോയി അവനങ്ങ് അകത്ത് കയറിയിട്ട് പിന്നീട് ചോദിച്ചു, നിനക്കറിയായിരുന്നു അവിടെ നമ്മൾ അറിഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. വളരെ വലിയ സന്തോഷമുള്ള ഒരു നിമിഷമാണ്. ഒരു സന്തോഷമല്ല, രണ്ട് സന്തോഷം. യാദൃച്ഛികമായിട്ടാണ് ഇന്ദ്രേട്ടൻ്റെ 70ാം പിറന്നാളാണെന്ന് അറിയുന്നത്. അത് അദ്ദേഹം വേറൊരു രീതിയിലും ആഘോഷിക്കാനോ അങ്ങനെ ഒരു ഒത്തുകൂടലിനോ ഒന്നും പ്ലാൻ ചെയ്തിരുന്നില്ല. ഇത് അറിഞ്ഞത് ഞങ്ങൾ യാദൃച്ഛികമായിട്ടാണ്. അദ്ദേഹം അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഉണ്ടാകുമെന്നുള്ളത്. നമുക്കത് ഇങ്ങനെ ആഘോഷിക്കാൻ പറ്റിയത് വലിയൊരു ഭാഗ്യമായിട്ട് കണക്കാക്കുന്നു. ഇന്ദ്രേട്ടന് എല്ലാവിധമായ ദീർഘായുസ്സും ഒരുപാട് വേഷങ്ങളും ഇനി ചെയ്യാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. വലിയ സന്തോഷം. അതോടൊപ്പം തന്നെ സന്തോഷേട്ടൻ്റെ ഒരുപാട് കാലമായി നമ്മളെല്ലാവരും കാത്തിരുന്ന, സുഹൃത്തുക്കൾ പ്രത്യേകിച്ച് കാത്തിരുന്ന ഒരു നോവൽ എന്ന് പറഞ്ഞ് സന്തോഷേട്ടൻ പ്രതീക്ഷിച്ച ഒരു സംഗതിയാണ് വരുന്നത്, മാതംഗലീല എന്ന പേരിൽ. അതിൻ്റെ കവറാണ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത്. ഇതിനോടനുബന്ധിച്ചുള്ളൊരു മുഖാമുഖമാണ്. വളരെ അധികം സമയമൊന്നും നമുക്ക് ഇല്ല, ഒരു അരമണിക്കൂർ സമയമാണുള്ളത്. അതിലേക്ക് നമുക്ക് ഡയറക്റ്റ് കടക്കാം. കാരണം ഈ ഗസ്റ്റുകളെ നമുക്ക് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഇന്ദ്രേട്ടനും സന്തോഷേട്ടനും അവരെക്കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല, പറഞ്ഞാൽ അത് അനൗചിത്യമായി പോകും. അതുകൊണ്ട് ആദ്യം തന്നെ വിഷയത്തിലേക്ക് കടക്കാം. ആന മാതംഗലീല എന്ന് പറയുന്നത് ആനയുടെ, ഈ ആനയെ സംബന്ധിച്ചിട്ടുള്ള ഒരു രചിച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമാണ്. ആന നമ്മുടെയൊക്കെ ഒരു പരിസരത്ത് നിരന്തരമായിട്ട്, മലയാളിയുടെ നാട്ടാന എന്ന് പറയുന്ന ഒരു വാക്ക് തന്നെ നമ്മൾ കോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ചുറ്റും എപ്പോഴുമുള്ള ഒരു സംഗതിയാണ് ആന. ആനയുടെ കലി, ആനയുടെ പക, ആനയുടെ സ്നേഹമൊക്കെ മനുഷ്യരുടെ പോലെ തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ വലുതായിട്ട് ആഘോഷിക്കുകയും ഓർമ്മിക്കുകയും എഴുതുകയൊക്കെ ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടേത്. നമുക്ക് എല്ലാവർക്കും ആനയെക്കുറിച്ചുള്ള ഓർമ്മകളും ഉണ്ടായിരിക്കും. ഞാൻ ഡയറക്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ഇന്ദ്രേട്ടൻ്റെ ഇന്ദ്രധനുസ് എന്ന് പറയുന്ന പുസ്തകം വായിക്കുമ്പോൾ കുമാരപുരത്ത് ഒരമ്പലത്തിലേക്ക് ഒരു ഉത്സവത്തിന് കൊണ്ടുവന്നിട്ടുള്ള ഒരു ആനയെക്കുറിച്ചും അല്ലെങ്കിൽ ആ ഒരു സന്ദർഭത്തെക്കുറിച്ചൊക്കെ വളരെ വിശദമായിട്ട് അതിൻ്റെ അകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. മദൻ ചേട്ടൻ അതിനകത്ത് നല്ല മനോഹരമായിട്ടൊരു ചിത്രവും വരച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. ഇന്ദ്രേട്ടൻ്റെ കുട്ടിക്കാലത്തെ ഒരു ആന ഓർമ്മ എന്താണ്? അങ്ങനെ എന്തെങ്കിലും രസകരമായിട്ടുള്ളതോ പേടിപ്പെടുത്തുന്നതായിട്ടുള്ള ഒരു ആന ഓർമ്മ? ആന ഓർമ്മ എത്ര നേരം വേണമെങ്കിലും എത്ര ദിവസം വേണമെങ്കിലും എല്ലാം മറന്ന് നോക്കി നിൽക്കാൻ പറ്റുന്ന ഒരു കൗതുകം എന്നതിലപ്പുറം പിന്നെ എനിക്ക് തോന്നി, ഈ അന്നൊക്കെ അമ്മമ്മ കായ്ക്കാത്ത തെങ്ങിന് ആനയെ കൊണ്ടൊന്ന് അതിൻ്റെ മണ്ട ഒന്ന് കുലുക്കി വിട്ടാൽ അതൊന്ന് അതിൻ്റെ ബുദ്ധി ഇളകും, അത് കായ്ച്ചോളും. അതുപോലെ കുട്ടികളെ പേടിയില്ലാതെ അതിൻ്റെ അടിയിൽ കൂടെ ഒന്ന് നടത്തിച്ച് തൊട്ടാലെന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ തോന്നും, ആരെങ്കിലും ഒരു ആനയെ കൊണ്ട് എൻ്റെ തലയൊന്ന് കുലുക്കിച്ചെങ്കിൽ ചിലപ്പോൾ എൻ്റെ ബുദ്ധി ഇളകണേ എന്നൊക്കെ തോന്നും. ആന ഒരു വലിയ ഉത്സവം കാഴ്ചകളെ പോലെ തന്നെ മനസ്സിലെപ്പോഴും വളരെ ഇഷ്ടമുള്ളൊരു കാര്യം. കാണാൻ പോയതോ ആനയോട്, ആനയെ പേടിച്ചതോ അല്ലെങ്കിൽ ആനയെ രസിപ്പിച്ചതോ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനെ നമ്മുടെ അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ഓർമ്മ? രസിപ്പിച്ചിട്ടേ ഉള്ളൂ, പേടിപ്പിച്ചിട്ടില്ല. അതിനു വേണ്ടി അടുത്ത് പോയിട്ടുമില്ല, ദൂരെ നിന്ന് കാണലേ ഉള്ളൂ. അത്രയ്ക്ക് ധൈര്യമൊന്നുമില്ല, അടുത്ത് പോയിട്ടില്ല. ആനപ്പുറത്ത് കയറിയിട്ടുണ്ട്, അത് ആന പോലും അറിഞ്ഞില്ല. മാനത്തെ കൊട്ടാരത്തിൽ അഭിനയിക്കാൻ വേണ്ടി ആനപ്പുറത്ത് കയറി. ആന കിടന്നിട്ട് കാല് ഉയർത്തി കയറിയിട്ട് മറിഞ്ഞ് വീടുമെന്ന് തോന്നി. പിന്നെ ഒരാൾ കണ്ടിട്ട് പുറകിൽ കൂടെ ഒരു ഉയർന്ന വീടിൻ്റെ ടെറസിലിരുന്നിട്ട് പതുക്കെ അതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി. അതാ ആന പോലും അറിഞ്ഞില്ല, അങ്ങനെ കയറിയിട്ടുള്ളൂ. അടുത്തത് സന്തോഷേട്ടനോടൊരു സംഭവം. ഈ മാതംഗലീല എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോലെ ആനപ്പാവിനെ സംബന്ധിച്ച് ആധികാരികമായി രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ്. ആനയെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ആന നമ്മുടെ സാഹിത്യത്തിലും സിനിമയിലുമൊക്കെ വളരെയധികം വന്നിട്ടുള്ള ഒരു ജീവിയാണ്. ആനയെക്കുറിച്ചിട്ടുള്ള സിനിമകൾ, ഗുരുവായൂർ കേശവൻ പോലുള്ള സിനിമകൾ, ഈ ആന അലറൽ, ഗജകേസരി യോഗം പോലുള്ള സിനിമകളൊക്കെ, മിക്കവാറും സിനിമകളിലൊക്കെ ആനകൾ വന്നിട്ടുണ്ട് നമുക്ക്. അത് നോവലിൽ, ഫിക്ഷനിൽ, കഥകളിൽ
ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഇന്ദുഗോപൻ്റെ ആനോ എന്ന് പറയുന്ന നോവൽ പോലും ഒരാന ഈ നാട് വിട്ട് യൂറോപ്പിലേക്ക് പോകുന്നതിനെ കുറിച്ചിട്ടാണ്. അംബിയോസം മാഷിൻ്റെ ആനത്താരി പോലുള്ള ആനയാണ് അതിനകത്ത്. ഈ നോവൽ അത് കണക്കിന് വൈലോപ്പള്ളിയുടെ വളരെ പ്രശസ്തമായിട്ടുള്ള സഹ്യൻ്റെ മകൻ എന്ന് പറയുന്ന കവിത ഒരു ആനയുടെ കഥയാണ്. സഹ്യൻ്റെ മകനായിട്ടുള്ള ഒരു ആനയുടെ കഥയാണ്. ഉത്സവപ്പറമ്പിൽ നിൽക്കുന്ന ഒരു ആനയിൽ നിന്നാണ് തുടങ്ങുന്നത്. ഉത്സവം നടക്കുകയാണ് അമ്പലമുറ്റത്ത്, ഉയർന്നുജ്ജലൽ ദീവട്ടികൾ ഇളക്കും വെളിച്ചത്തിൽ, പതയും നെറ്റിപ്പട്ട പൊന്നരുവികളോലും 15 ആന കരിമ്പാറകളുടെ മുമ്പിൽ. ഒരു ഉത്സവം നടക്കുകയാണ്, ഒരു ആനയാണ്. 15 ആനകൾ അതിൻ്റെ നെറ്റിപ്പട്ടത്തിൽ നിന്ന് ഒരു പൊന്നരുവികളായി ഒഴുകുന്ന നെറ്റിപ്പട്ടം കെട്ടിയിട്ടുള്ള 15 ആനകളാണ്. അതിലൊരു ആനയ്ക്കാണ് കാടിനെ ഓർമ്മ വരികയും അവന് മതം പൊട്ടിയെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊല്ലുകയും ചെയ്യുന്നത് സഹ്യൻ്റെ മകൻ. അതെല്ലാം ആനയാണ്. സന്തോഷേട്ടൻ്റെ ഈ മാതംഗലീല എന്ന് പറയുന്ന നോവലിലും തിരുമുറ്റത്ത് ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് ഒരു ആനയാണ്. നെറ്റിപ്പട്ടം കെട്ടിയ ഒരു ആനയാണ്. ഉത്സവത്തിൽ നിൽക്കുന്നുണ്ട്, തീവട്ടിയുണ്ട്. അതൊരു റിയൽ ആയിട്ടുള്ള സംഭവമാണ്. അതേസമയം തന്നെ അതിനെ മാജിക്കലാക്കുന്നത് അല്ലെങ്കിൽ അതിനെ സറിയലാക്കുന്നത് ആ ആന കുറേ സമയം കഴിഞ്ഞ് ഒരു മനുഷ്യനായിട്ട് മുണ്ടും ഷർട്ടും ഇട്ട് തെരുവിലൂടെ ആൾക്കൂട്ടത്തിലൂടെ നടന്നു പോകുന്നതാണ്. ഒരേ സമയം തന്നെ അയാൾ ആനയുമാണ്, അതേസമയം തന്നെ അയാൾ മനുഷ്യനുമാണ്. ഒരു റിയലുമാണ്, മാജിക്കലുമാണ്, സറിയലുമാണ്. ഒരു പ്രത്യേകമായൊരവസ്ഥയാണ് അത്. ശരിക്കും പറഞ്ഞാൽ എന്താണ് ഈ കഥാപാത്രം, എന്താണ് ഈ കഥാപാത്രത്തിൻ്റെ മനസ്സ്, എങ്ങനെയാണ് ഈ കഥാപാത്രത്തിലേക്ക് സന്തോഷേട്ടൻ എത്തിയത്? അത് ഞാൻ സത്യത്തിൽ ഈ നോവലല്ല ഞാൻ ആദ്യം പ്ലാൻ ചെയ്തത്. അപ്പോൾ അത് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഒരു റെസ്റ്റോറൻറ്റ് നടത്തി, ഒരു 1.5 വർഷത്തോളം റെസ്റ്റോറൻറ്റ് നടത്തി. അത് 8 നിലയിൽ പൊട്ടിയ അതിൻ്റെ അനുഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു നോവൽ എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വളരെ യാദൃശ്യമായിട്ട് എന്നെ ഒരാൾ വിളിക്കുകയാണ്. അപ്പോൾ ഇവിടുന്ന് ആലപ്പുഴയിൽ അവിടുന്നാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം അയാളെ വിളിച്ചിട്ടപ്പോൾ എൻ്റെ കഥകൾ വായിക്കുന്ന ഒരാളാണ്. അപ്പോൾ കഥകൾ വായിക്കുന്ന അയാൾ എന്നോട് പറഞ്ഞു, ഓക്കെ പിന്നെ സാറിൻ്റെ കഥകളൊക്കെ ഇഷ്ടമാണ്. ഒക്കെ ഞങ്ങൾ സംസാരിച്ചിട്ട് കുറേ കഴിയുന്ന സമയത്ത് പുള്ളി പറഞ്ഞു, സാർ ഒരു ത്രെഡ് പറഞ്ഞാൽ സാറിന് ഒരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാറിന് എന്തെങ്കിലും എഴുതാനുള്ള ഒരു സംഭവമായിട്ട് മാറും, ഒരു ത്രെഡ് ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ എന്ന് പറയാമെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞ സംഭവമാണ്. അതായത് അവരുടെ നാട്ടിൽ ഒരു 10-80 വയസ്സായ ഒരാളുണ്ട്. അപ്പോൾ ചെറുപ്പക്കാരായ ഇവരൊക്കെ ഇരുന്നിട്ട് വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ അവരുടെ അടുത്തേക്ക് വരും. വന്നിട്ട് പറയും ഹലോ. അപ്പോൾ നമ്മൾ ഇന്നസെൻ്റ് മറ്റേ ഇതിൽ നിൽക്കുന്നില്ലേ, മറ്റേ മിഥുനത്തിൽ നിൽക്കുന്ന പോലെയാണ് പുള്ളി നിൽക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, അപ്പോൾ ഇവർ മൈൻഡ് ചെയ്യില്ല, 10-80 വയസ്സുള്ള ഒരാളല്ലേ. അപ്പോൾ പുള്ളി പറയും ഹലോ, ഞാൻ 5 പേരെ ചവിട്ടിക്കൊന്ന ഒരാളാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, 5 പേരെ ചവിട്ടി എഴുന്നേറ്റ് നടക്കാൻ വേണ്ടി പറ്റുന്നില്ല, പിന്നെ അല്ല 5 പേരെ ചവിട്ടിക്കുന്നത്. ഞാൻ അങ്ങനെ ചവിട്ടിക്കൊന്ന, എന്തുകൊണ്ട് കോടതി എന്നെ ശിക്ഷിക്കുന്നില്ല, എന്തുകൊണ്ട് പോലീസുകാർ എനിക്കെതിരെ കേസെടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പല സ്ഥലങ്ങളിലും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മലയാള മനോരമ വാർഷിക പതിപ്പിന്ന് ഒരു നോവലേറ്റ് എഴുതാൻ വേണ്ടിയിട്ട് 3 വർഷമായിട്ട് ഇങ്ങനെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഇപ്രാവശ്യം ഒരു നോവലേറ്റ് എഴുതിയേക്കാം. അപ്പോൾ ഇത് നോവലാക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോൾ നോവലാക്കാനുള്ള സാധനങ്ങളൊന്നും ഇല്ലയെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അങ്ങനെ ഞാൻ നോവലേറ്റ് ആക്കിയിട്ട് എഴുതാൻ തുടങ്ങിയപ്പോൾ അത് കയ്യിൽ നിന്ന് പോയി. എഴുതാൻ തുടങ്ങിയപ്പോൾ അത് എവിടെയോ പോയി. അത് പിന്നെ നമ്മൾ ഏതിലെയൊക്കെ വലിച്ചു കൊണ്ടുപോയി. പിന്നെ അവർ പറഞ്ഞു, ഇത് ഈ ആകെ വാർഷിക പതിപ്പിന് ആകെ കുറച്ച് പേജേ ഉള്ളൂ, അപ്പോൾ 7500 വേർഡ്സ് മതി, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തീർക്കണം എന്ന് പറഞ്ഞു. ഇത് 10,000 വേർഡ്സ് ആയിട്ട് ഇത് തീരുന്നില്ല. അപ്പോൾ അവന്മാർ പറഞ്ഞു, പിന്നെ ഞാനതെല്ലാം കൂടിയിട്ട് ഒന്ന് ലാസ്റ്റ് അധ്യായത്തിൽ എന്തൊക്കെയോ പറക്കിയിട്ടിട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് പിന്നെ എനിക്ക് തോന്നിയത് ഇതിലൊരു ഭയങ്കര നോവലിന് സാധ്യത. നമ്മുടെ സുഹൃത്തുക്കൾ അത് വായിച്ചപ്പോൾ പിന്നെ ഇവരൊക്കെ വായിച്ചിട്ട് പറഞ്ഞു നല്ലതായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെയാണ് ഞാൻ നോവലിലേക്ക് അത് പോകുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇതൊരു ഫാൻറ്റസി ആണ്. ഇതേപോലെ തന്നെ ഭയങ്കര അതായത് ഇപ്പോൾ ആനോ എന്ന് പറയുന്ന നോവൽ വന്നു. ഇപ്പോൾ ഇഷ്ടം പോലെ പിന്നെ നോവലുകൾ, മറ്റേ മലയാള നോവലുകളും സിനിമകളും അതൊക്കെ തന്നെ ലോക സാഹിത്യത്തിൽ തന്നെ സരമാകുവിൻ്റെ ഒക്കെ പിന്നെ ആനയുടെ യാത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോവലും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, ആനോ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അതിനൊക്കെ ഒരു ചരിത്ര പശ്ചാത്തലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഫുള്ളി ഫാൻറ്റസി ആയിട്ടുള്ളൊരു നോവലാണ്. അപ്പോൾ അതിനകത്ത് തന്നെ ഈ പറഞ്ഞ പോലെ ചരിത്രം കയറി വരുന്നുണ്ട്, ചെറുതായിട്ടുള്ള ചരിത്രം കയറി വരുന്നുണ്ട്, പൊളിറ്റിക്സ്, ആ കാലഘട്ടത്തിൽ പൊളിറ്റിക്സ് കയറി വരുന്നുണ്ട്. ഇതൊരു 70 to 78 വരെ നടക്കുന്ന ഒരു കഥയാണ്. അത് പുതിയ കാലത്തിലും അതിന് ഭയങ്കര റെലവൻസ് ഉള്ള സാധനങ്ങളാണ്. പുതിയ കാലത്തിലേക്കും കയറി വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള ഒരു പരിപാടിയാണ് ഈ നോവലിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. അത് ഒരു കൈവിട്ട ഒരു കളിയാണെന്ന് പറഞ്ഞു. കൈവിട്ട കളിയാണ്, കാരണം എൻ്റെ വട്ട് മുഴുവൻ ഞാൻ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതില് ഭയങ്കര രസകരമായിട്ടുള്ളത് ഈ ഒരു മനുഷ്യന്റെ ശരീരത്തിലാണ് ആനയുള്ളത്, ആനയുടെ ശരീരത്തിൽ മനുഷ്യനുണ്ട്. ഇതെങ്ങനെ സ്വിച്ച് ചെയ്തു ഈ മാനസികാവസ്ഥ? അത് എങ്ങനെ സ്വിച്ച് ചെയ്തു അത് അങ്ങനെയാണ്. അത് വിശ്വസിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സംഭവം. അതായത് നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിപ്പിക്കുക, അങ്ങനെയാണ് നടക്കുന്നത്. ഇപ്പോൾ മാർക്കസിന്റെ നോവൽ വായിച്ചു കഴിഞ്ഞാലും നമ്മളിപ്പോൾ മറ്റേ ഏത് നോവൽ വായിച്ചു കഴിഞ്ഞാലും, മാജിക്കൽ റിയലിസവുമായി ബന്ധപ്പെട്ട ഏത് നോവലുകൾ വായിച്ചു കഴിഞ്ഞാലും നമ്മളെ അത് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മഹാഭാരതത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മഹാഭാരതത്തിലെ എല്ലാ സംഭവങ്ങളും എന്ത് ചെയ്യുക, നമ്മളെ വിശ്വസിപ്പിക്കുകയാണ്, അല്ലേ? അപ്പോൾ ആ വിശ്വാസത്തെ നമ്മൾ പ്രേക്ഷകന്റെ മനസ്സിൽ സ്ഥാപിക്കാനുള്ള ഒരു ഭാഷ നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഭാഷയിലൂടെയാണ് നമ്മൾ ആ വിശ്വാസം എഴുതിയെടുക്കുന്നത്. അപ്പോൾ അതാണ് ഞാൻ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. ഒരിക്കലും ഇത് വായിച്ചു കഴിഞ്ഞാൽ ഇത് അങ്ങനെയൊന്നും അല്ല എന്നൊരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല, കാരണം അത് അങ്ങനെയാണെന്ന് വിശ്വസിക്കും ആ നോവൽ വായിച്ച് അവസാനിക്കുന്നവരെയെങ്കിലും. ഇത് ഇന്ദ്രേട്ടൻ്റെ അടുത്താണ് അടുത്ത ചോദ്യം. അത് വലിയ വേറെ രീതിക്കല്ല, അത് ശരിക്കും ചേട്ടൻ ഒരുപാട് കഥാപാത്രങ്ങളെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ച ഒരാളാണ്. അതുപോലെ തന്നെ ഒരുപാട് ഫിക്ഷൻ വായിക്കുന്ന ഒരു നടനാണ്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് പോസ്റ്റ് കോവിഡിൽ സിനിമ എന്ന് പറയുന്ന സാധനം പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ പോലുള്ള ചെറിയ ഭാഷയുള്ള സിനിമയൊക്കെ ഒന്ന് ഈ ആഗോളീകരണം എന്നൊക്കെ പറയുന്ന കണക്ക് ഈ കോർപ്പറേറ്റുകൾ വന്ന് നിയന്ത്രിക്കാൻ തുടങ്ങിയപ്പോൾ തിയേറ്ററിൽ OTT ഒക്കെ വന്നപ്പോൾ നമ്മളൊരു വിൻഡോ കൂടെ ഓപ്പൺ ആയെന്ന് കരുതുമ്പോൾ ആ വിൻഡോ ഓപ്പൺ ആയ നമുക്ക് അഡ്വേഴ്സ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ ഈ വർഷമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ തിയേറ്ററിൽ അങ്ങനെ സൂപ്പർ ഹിറ്റുകളൊന്നും അങ്ങനെ പറയത്തക്ക ഈ സർവമായ പോലത്തെ ഒരു പടമൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ വലിയൊരു അങ്ങനെ ഒരു സംഭവം നമുക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷേ നേരെ മറിച്ച് പോസ്റ്റ് കോവിഡിൽ ലിറ്ററേച്ചർ ഭയങ്കരമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്, ബുക്സിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നുണ്ട്, വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടുന്നുണ്ട്. ലോകത്തെമ്പാടും സിനിമ എന്ന് പറയുന്ന പിന്നീട് നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റെവല്യൂഷൻ്റെ ഭാഗമായിട്ടുണ്ടായ ഒരു കലയാണ്. പക്ഷേ എഴുത്ത്, സാഹിത്യം എന്ന് പറയുന്നത് ഒരു വലിയ ആർട്ടാണ്, അല്ലെങ്കിൽ വേറൊരു പ്രസ്ഥാനമാണ്. അതിൻ്റെ കൂടെ തന്നെ പോയിട്ടുള്ള, അതിനെ അനുഗമിച്ച് പോയിട്ടുള്ള ഒരെണ്ണമാണ് സിനിമ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ടെക്നോളജി മറുവശത്തുള്ളപ്പോഴും ലിറ്ററേച്ചറിനെ ഒബ്സർവ് ചെയ്ത് പോയിട്ടുണ്ട്. മലയാളത്തിലാണ് അടുത്ത കാലത്ത് നമുക്ക് നോക്കുമ്പോൾ ഒരു സമയത്ത് സിനിമയും സാഹിത്യവും ഒക്കെ ഭയങ്കര ബന്ധം ഉണ്ടായിരുന്ന ഒരു സമയമാണ്. പക്ഷേ പിന്നീട് നോക്കുമ്പോൾ സിനിമയുടെ വഴിക്ക് സ്വന്തം വീട് വിട്ടിറങ്ങിപ്പോയൊരു മകനെ പോലെ പോകുന്നുണ്ട്. കാരണം അവരിവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ കാരണം അവരുടെ കച്ചവടത്തിൻ്റെ കാലമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്ന അതല്ല, ചേട്ടൻ ഒരിക്കൽ കായലാണെന്ന് തോന്നുന്നു അവതരിപ്പിക്കാൻ ആഗ്രഹമുള്ളൊരു നടൻ ഒരു കഥാപാത്രത്തിൻ്റെ ചോദിക്കുമ്പോൾ ഇത് കർണൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് പറഞ്ഞു. അതൊരു വേറൊരു ഏരിയയിൽ നിന്ന് വരുന്നൊരു കഥാപാത്രമാണ്. ചേട്ടൻ വായിച്ച കഥകളിൽ നിന്ന്, ചെറുകഥകളിൽ നിന്നോ നോവലിൽ നിന്നോ ഒക്കെ സിനിമയിൽ ഇത്രയും കൊല്ലമായി, ഇന്നിപ്പോൾ 70ാം പിറന്നാൾ ആഘോഷിച്ചു, ഏത് വേഷമാണ് ആ കഥകളിൽ നിന്നൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ കഥാപാത്രത്തിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്? അഭിനയിക്കാനുള്ള കൊതി തന്നെയാണ്. അതിപ്പം ദുഷ്ട കഥാപാത്രമായാലും അല്ലാത്തതായാലും അഭിനയ സാധ്യതയുള്ള കഥാപാത്രങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണ്. അതുകൊണ്ട് അത് എന്നെ കൂടുതൽ സ്വാധീനിക്കുന്നുണ്ട്. അതേ ഉള്ളൂ. പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു കഥാപാത്രം വായിച്ച കഥകളിൽ നിന്നോ നോവലിൽ നിന്നൊക്കെ ഇന്ന കഥാപാത്രത്തെ ചെയ്യാൻ ഒരു നടനാകുമ്പോൾ നമുക്കങ്ങനെ ഈ ആഗ്രഹം ഒരിക്കലും അടങ്ങില്ല എന്നുള്ളതാണ്. പക്ഷെ എങ്ങനെ ചില കഥകളൊക്കെ വായിക്കുമ്പോൾ ഈ കഥാപാത്രത്തിന് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ നല്ലതായിരുന്നു എന്ന്. മിക്കവാറും പുസ്തകങ്ങൾ വായിക്കുമ്പോൾ അതിലൊരു മുന്തിയ കഥാപാത്രം ഞാൻ തന്നെ ആയിരിക്കും. ഈ കഥകൾ വായിക്കുമ്പോൾ ഇങ്ങനെ സിനിമയായിട്ട് വിഷ്വൽ ചെയ്യാറുണ്ടോ? അത് ഇദ്ദേഹത്തിനെ തന്നെ കൊമാലയിലൂടെയാണ് നമ്മൾ ഇഷ്ടം കാണുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുപോലെയുള്ള എല്ലാം, പ്രത്യേകിച്ചും ഇദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളൊക്കെ സിനിമ കാണുന്ന പോലെ, അല്ലെങ്കിൽ വേറെ എന്തോ പറയും, ഒരു പൊങ്ങച്ചമൊന്നുമില്ലാതെ എഴുതും. സാധാരണ നമ്മുടെ ഭാഷയും പാവം മനുഷ്യർ പറയുന്ന പോലെ സിറ്റുവേഷനൊക്കെ അങ്ങനെ തോന്നും. അപ്പോൾ അതൊരു സിനിമ കാണുന്ന പോലെ കാണാൻ പറ്റും. അതുകൊണ്ടാണ് അതിലൊരു കഥാപാത്രമായിട്ട് നമുക്ക് വായിച്ചു തീർക്കാൻ പറ്റുന്നത്. അങ്ങനെയുള്ളൂ. അല്ലാതെ ഒരു പ്രത്യേക അതിൻ്റെ തടിയും വണ്ണവും ഒന്നും നോക്കത്തില്ല. നല്ല കരുത്തുള്ള കഥാപാത്രമാണെങ്കിൽ അത് ചെയ്താൽ കൊള്ളാമെന്ന് തോന്നും. അപ്പോൾ ഒരു നടനെന്ന നിലയ്ക്ക് വായിക്കുന്ന കഥകളിലെ കഥാപാത്രങ്ങൾ നമ്മൾ സ്വയം അത് ഇനാക്ട് ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അനുകരിക്കുമ്പോഴും ഒക്കെ നമ്മുടെ ആക്ടിങ് എന്ന് പറഞ്ഞാൽ പിന്നീട് നമ്മൾ ക്യാമറയ്ക്ക് മുമ്പിൽ പോയിട്ട് മറ്റേതോ കഥാപാത്രത്തിനെ അവതരിപ്പിക്കുന്നതിനുള്ള ഒരു ഹോംവർക്കോ റിഹേഴ്സലോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ട്രെയിനിങ് ഒക്കെ ആയി തോന്നാറുണ്ടോ?
ഈ പുസ്തകത്തിൽ നിന്ന് കിട്ടിയ ചില സംഭവങ്ങൾ നമുക്കിതിലൂടെ ചേർത്ത് വെക്കാം. അവർ പറഞ്ഞിരുന്ന അവരെ കഥാപാത്രത്തിന് ഇല്ലാത്ത ചില ഇച്ചിരി രക്തവും മാംസവും ഒക്കെ നമുക്ക് ഈ പുസ്തകത്തിൽ നിന്ന് അടിച്ചു മാറ്റി വെച്ചേക്കും, എവിടെയെങ്കിലുമൊക്കെ ഒതുങ്ങിയിരിക്കും മനസ്സിൽ. അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ഓർക്കാൻ പറ്റുന്നുണ്ട്? അല്ല, എല്ലാ കഥാപാത്രവും വരുമ്പോഴും അതിൽ ഒന്നുമില്ലെങ്കിൽ, ഒരു സ്കെൽറ്റൻ ഇല്ലെങ്കിൽ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, അവരനുസരിച്ചിട്ട് പോലില്ലേ ഉള്ളൂ. അതിനൊരു ആത്മാവ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലുള്ള കരുത്തറ്റ പുസ്തകങ്ങൾ, നമ്മൾ വായിച്ചിട്ട് മനസ്സിൽ നിൽക്കുന്ന പുസ്തകങ്ങളും കഥാപാത്രങ്ങളും ഒക്കെ നമുക്ക് ഇതിനായിട്ട് താരതമ്യം മനസ്സിൽ വരും. അത് അവരുടെ അടുത്ത് പറഞ്ഞാൽ പറ്റത്തില്ലല്ലോ, അല്ലാതെ നമുക്ക് ചില മെറ്റീരിയൽ കിട്ടും, ചില കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവും. അങ്ങനെ ഏതെങ്കിലും ഒരു സംഗതി ചേട്ടൻ എന്തെങ്കിലും, അതിപ്പോ ഓർക്കാനും പറ്റണമെന്നില്ല, ഇല്ല എന്നാലും പെട്ടെന്ന് കിട്ടില്ല, അങ്ങനെ പറയാനും പാടില്ല. അത് ശരിക്കും ഈ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു പടത്തിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊരു പയ്യൻ വന്നു. അപ്പോൾ അവനോട് കുറേ ദിവസം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പോൾ ശിവചേട്ടൻ അറിയാം. അപ്പോൾ അവന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ അവനോട് ദിവസം ചോദിച്ചു, നീ അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ തന്നെ വന്നത്, ഒരു പണി എടുക്കുന്നില്ല? അപ്പം പറഞ്ഞു, ചേട്ടാ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറാവാൻ വന്നതല്ല, ഞാൻ പാട്ടെഴുത്തുകാരനാവാൻ വന്നതാണ്. അപ്പോൾ ഞാൻ വെച്ചാൽ നീ എന്തിനാ പിന്നെ ഈ ഒരു ആളുടെ പണി മടക്കെടുക്കുന്നത്? അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കുറച്ച് കോണ്ടാക്ട് കിട്ടുമല്ലോ. അപ്പം ഞാൻ വെച്ചാൽ നീ എന്തായാലും പാട്ട് എഴുതാൻ വന്നതല്ലേ, നിനക്ക് കവികൾ ആരെങ്കിലും ഒക്കെ അറിയാവോ? അപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. കുമാരനാശാൻ അവനെ കേട്ടിട്ട് ഉണ്ടോ തോന്നുന്നില്ല. കുഞ്ഞിരാമൻ നായർ എന്ന് പറഞ്ഞ ആളുണ്ടെന്നേ അറിയില്ല. റഫീഖ് അഹമ്മദിനെയൊക്കെ അറിയാം. അപ്പോൾ സിനിമയിലുള്ള ആളുകളും ശരിക്കും പറഞ്ഞാൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നിൽക്കുന്ന പിള്ളേരൊക്കെ, പടം ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ ഫിക്ഷൻസിൻ്റെ ഒക്കെ വായന, അവർ പടങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്, ടെക്നോളജിയൊക്കെ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ കഥ എന്ന് പറയുന്നത് ഒന്ന് മലയാളം പ്രത്യേകിച്ച് ലിറ്ററേച്ചർ വായിക്കുന്നത് വളരെ കുറവായതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ടാണ് ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്, സിനിമയിൽ എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നടൻ വായിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്, ഒന്നുമില്ല. ഞാൻ പറയട്ടെ, ഇത് മുമ്പുള്ള ഒരു കാലഘട്ടങ്ങളിൽ ഈ സിനിമയും ലിറ്ററേച്ചറും തമ്മിൽ വളരെയധികം ബന്ധമുണ്ടായിരുന്നതാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ളതിൽ ഇന്ദ്രൻചേട്ടൻ മാത്രമേ ഇന്ദ്രൻചേട്ടനെ പോലെ വളരെ അപൂർവമായിട്ടുള്ള ആൾക്കാർ മാത്രമേ പുസ്തകങ്ങളെ സ്നേഹിക്കുകയും പുസ്തകങ്ങളുമായി ബന്ധമുള്ള ആൾക്കാരുള്ളതായിട്ട് എനിക്ക് തോന്നുള്ളൂ. പക്ഷെ അതേസമയത്ത് തന്നെ നെടുപടി കഴിഞ്ഞാലും അന്നത്തെ ഒരു കാലഘട്ടത്തിലെ എല്ലാ ആൾക്കാരും ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട്, ഇപ്പോൾ ഇവൻ നമ്മൾ ശ്രീനിവാസനാണെങ്കിലും നന്നായിട്ട് പുസ്തകങ്ങൾ വായിക്കുന്ന ആളുകളാണ്, ഡയറക്ടേഴ്സ് ആണെങ്കിലും. പക്ഷെ ഇന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ നമ്മുടെ സിനിമയിൽ കാണാനുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞപ്പോൾ ലാസ്റ്റ് വന്ന മറ്റേ ഇതുണ്ടല്ലോ, എന്താണ് എക്കോ എന്ന് പറയുന്ന പടം. ആ എക്കോ എന്ന് പറയുന്ന പടത്തിൻ്റെ ഗുണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ എഴുത്തുകാരനും ക്യാമറമാനും ഒരാളാണ്. അയാൾക്ക് ലിറ്ററേച്ചർ അറിയാവുന്ന ആ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ആ ലിറ്ററേച്ചർ ഇതാകും. ഈ പറഞ്ഞ പോലെ ഈ വിഭ്രമോ എന്തെന്ന് പറഞ്ഞാൽ വേറൊരു പ്രേതകഥ ഉണ്ടല്ലോ ഇപ്പോൾ ഒന്ന്, സംഭ്രമം, പ്രകമ്പനം. ആ പ്രകമ്പനം എന്തൊക്കെ കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം ഇതിലെന്തില്ല, അതിലൊരു ലിറ്ററേച്ചറും ഒരു മാങ്ങയും തേങ്ങയും ഇല്ല എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ വേണ്ടി പറ്റും. പക്ഷെ എക്കോ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അതിനകത്ത് എന്തുണ്ട്, കൃത്യമായിട്ടും ലിറ്ററേച്ചർ അറിയുന്ന ഒരാളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അത് ആ ഒരു സംഭവം വരണം. അത് ഞാൻ ഇതിനകത്ത് വേറൊരു കാര്യം സന്തോഷമായിട്ടുണ്ട്, വരാൻ വേണ്ടി പോകുന്ന നോവലിൻ്റെ ഒരു കാര്യമാണ്. എന്നാലും അത് ചോദിക്കാതിരിക്കാൻ പറ്റില്ല. എല്ലാ നോവലിലും സിനിമയിലും കഥയിലൊക്കെ അണ്ടർലൈങ് ആയിട്ടോ അല്ലെങ്കിൽ മെയിൻ തീമായിട്ടോ പ്രണയവും രാഷ്ട്രീയമൊക്കെ വരാറുണ്ട്. ഞാൻ ഈ നോവലിൻ്റെ ആദ്യത്തെ ഒരു ഇത് വായിച്ചു വരുമ്പോൾ ശരിക്കും മാർക്കേസിൻ്റെയൊക്കെ നോവലുകളിലൊക്കെ വായിച്ചതുപോലെ വളരെ വിചിത്രമായ ഒരു പ്രണയമാണ് കാണുന്നത്. അതുപോലെ തന്നെ വളരെ വിചിത്രമായിട്ടുള്ളൊരു രാഷ്ട്രീയവും. അത് എത്രത്തോളം എനിക്ക് തുറന്നു പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ചോദിക്കുന്നത്, ശരിക്കും പ്രണയം ഇതിൻ്റെ അകത്ത് പറയുന്നുണ്ട്. ഒരു വന്യമൃഗത്തിനേക്കാൾ മരിക്കാൻ പ്രയാസപ്പെട്ട പ്രണയം എന്നാണ് ഇതിനകത്തെ പ്രണയത്തിനെ പറ്റി പറയുന്നത്. ആയിരക്കണക്കിന് നൂറുകണക്കിന് പാമ്പുകൾ അകമ്പടി നിൽക്കുന്ന ഒരു പെൺകുട്ടി, അവളിലേക്കൊരു നോട്ടം എത്തണമെങ്കിൽ ആയിരക്കണക്കിന് നാഗങ്ങളുടെ കണ്ണിനെ മറികടന്ന് വേണം അവിടേക്ക് എത്താൻ. അതിനെ മറികടന്ന ഒരാൾ അവിടെ എത്തുന്നു, അയാൾ ആ പ്രണയത്തിനെ സാക്ഷാത്കരിക്കുന്നു. പിന്നീട് കാണുന്ന വേറൊരു ടെറൈനിലൂടെ, വേറെ ജോഗ്രഫിയിലൂടെയുള്ള ഒരു ട്രാവലാണ്. അതീവ വൈൽഡായിട്ടുള്ളൊരു വന്യത എന്ന് പറയുന്ന മറ്റെല്ലാ അർത്ഥത്തിലും ട്രാവൽ ചെയ്ത് പോയിട്ടൊരു ഗുഹയിലൂടെ എന്ന് തോന്നുന്ന ഒരു ട്രാവലിൻ്റെ ഒടുവിൽ അതൊരു വാതിൽ തുറക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു കടൽ പോലെ വിശാലമായ കാഴ്ച അതിൻ്റെ മറുവശത്തുണ്ട്, ഒരു ശാന്തിയുണ്ട്, ഒരു വലിയ ഇൻഫിനിറ്റി ഉണ്ട്, ഒരു അന്തമില്ലായ്മ ഉണ്ട് എന്ന് നമ്മൾ കരുതുമ്പോൾ നമ്മൾ കാണുന്നത് ഒരു കാലഘട്ടത്തിലെ കേരളത്തെ നടുക്കിയ
രാഷ്ട്രീയത്തിൻ്റെ കാലമാണ്. ഇതെങ്ങനെയാണ് ഇത് ബ്ലെൻഡ് ചെയ്തിട്ടുള്ളത്? അതിൻ്റെ ഒരു ക്രാഫ്റ്റ് എന്തായിരുന്നു? അത് അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ പറയാൻ വേണ്ടി പറ്റില്ല. എങ്കിലും ഒരു ഒരു പ്രണയത്തിന്റെ പല ആംഗിളിലൂടെ പ്രണയത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഈ പറയുന്ന പോലെ ഈ പാമ്പുകളുടെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട്, പിന്നെ മരത്തിനെ കുറിച്ച് ഇത് പറയുന്നുണ്ട്, പിന്നെ അതിൻ്റെ അകത്ത് ആനകൾ. നമുക്കറിയില്ല, കാരണം ഈ ആനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൃഗങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള ഒരു ജീവിയാണ് ആന എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ അടുത്ത കാലത്താണ് ആനകളുടെ കൂടെ പഠനത്തിൽ നമ്മൾ ആനകൾക്ക് സംസാരിക്കാൻ വേണ്ടി പറ്റും. ആനയുടെ ഭാഷയൊക്കെ ഞാൻ അതിൽ എഴുതിയിട്ടുണ്ട്. അത് ആനകളുടെ ഭാഷ പഠിച്ചിട്ട് എഴുതിയതാണ്. അപ്പോൾ അങ്ങനെ ആനകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് അപ്പോൾ ആനകളുടെ ഭാഷ തന്നെ എഴുതിയിട്ടുണ്ട്. പിന്നെ അത് ആഫ്രിക്കയിൽ പോയിട്ട് പഠിച്ചതാണ് ആനകളുടെ. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ഭാഷയല്ല അത്. അപ്പോൾ അങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ നമുക്ക് അറിയാം, കാരണം ഈ ആന എന്ന് പറയുന്നത് അത് ഭയങ്കരമായിട്ട് ചിന്തിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അതിൻ്റെ വളരെ ചെറിയ ഫ്രീക്വൻസിയിലൂടെ, മനുഷ്യർക്ക് കേൾക്കാൻ വേണ്ടി പറ്റാത്ത ഫ്രീക്വൻസിയിലൂടെ അത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആനകൾക്ക് പേരുണ്ട്. നമ്മളിവിടെ ഗുരുവായൂർ കേശവനെന്നും മറ്റേ മംഗലംകോട്ട് മറ്റേ കർണൻ അത് ഇതെന്നെല്ലാം വിളിക്കുന്നു. ഇവന്മാർക്ക് ആ പേരൊന്നുമല്ല, ഇവന്മാരുടെ പേര് വേറെയാണ്. അവർ പുച്ഛിച്ച് ചിരിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മൾ. പിന്നെ ആനകളുടെ ഗന്ധം എന്ന് പറഞ്ഞൊരു സാധനം. ഗന്ധം എന്ന് പറഞ്ഞാൽ നമ്മളാകെ ഈ ചക്കക്കുരു പോലത്തെ ഒരു മൂക്കം വെച്ചുകൊണ്ട് നമ്മൾ ഇത്ര മണക്കുന്നേ ഉള്ളൂ. ഈ ആനകളുടെ ഗന്ധം എന്ന് പറയുന്നത് ഒരു 5 കിലോമീറ്റർ അപ്പുറത്തുനിന്നും 10 കിലോമീറ്റർ അപ്പുറത്തുനിന്നും വരുന്ന ഗന്ധമാണ്. നമുക്ക് ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്ക് മനുഷ്യന് ചെറിയ ഗന്ധം ഇത് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം ചില ആൾക്കാർ കുരുമുളകിൻ്റെ, എനിക്ക് ഈ ഗന്ധം ഭയങ്കര എന്നെ ഹോണ്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. എവിടെ പോയി കഴിഞ്ഞാലും ആനയുടെ ഇത് അല്ല, നമുക്കത് ചൂര് കിട്ടും. അതായത് നമുക്കത് കാറ്റിലൂടെ വരുന്ന ചൂരാണ്. പക്ഷെ ഇവരുടെ സംഭവം അതല്ല. പ്രത്യേകിച്ച് ഇവരുടെ ഒരു പിന്നെ എന്താ ഘ്രാണശക്തി അല്ലെ, ഘ്രാണശക്തി എന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ്. അപ്പൊ ഇത് ഒക്കെ നമുക്കിതൊന്നും അറിയില്ല, കാരണം നമ്മൾ മൃഗങ്ങളായിട്ട് നോക്കിക്കാണുകയാണ്. മൃഗങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും, നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും. കാരണം അവരെക്കാളും വലിയ പ്രണയം ഭയങ്കര, ആനകൾക്ക് അതിഭീകരമായ പ്രണയമാണ്. കാരണം ഏറ്റവും കൂടുതൽ അത് ഒരു കാര്യം പറയാം, ഒരു ആനക്ക് മറ്റേ കാമുകനോട് ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ തുമ്പിക്കൈ എടുത്തിട്ട് വെക്കുക, മറ്റേ കൊമ്പിന്റെ മുകളിൽ വെച്ച് ഇങ്ങനെ ഇരിക്കുക. ഇതൊക്കെ അവരുടെ ഇടയിൽ നടക്കുന്നതാണ്. പിന്നെ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട് ആന, തുമ്പിക്കൈ എടുത്ത് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ ആനക്കടയിൽ നടക്കുന്നു. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ഫാൻറ്റസി ആകുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തൊക്കെയായിരിക്കും നമ്മൾ ഭാവനയിൽ തന്നെ കണ്ട് അങ്ങനെ കുറേ ഭാഗങ്ങളൊക്കെ അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അതിനെ നമ്മൾ പിന്നെ പ്രണയത്തിൻ്റെ പല 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 രീതിയിലും ഒന്ന് ശരീരം തന്നെയാണ് പ്രണയത്തിൻ്റെ ഏറ്റവും വലിയ സംഭവം, ശരീരമാണ്. 2 അതല്ല, ആത്മാവിൻ്റെ സംഭവമാണ്. അപ്പോൾ ഇങ്ങനെ പ്രണയത്തിൻ്റെ പല പല ആംഗിളിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു രീതി ഇതിൽ അവലംബിച്ചിട്ടുണ്ട്. പല ബ്രാഞ്ചസ് ആയിട്ട് നമ്മൾ അതിനെ കാണുന്നുണ്ട്. ഇപ്പോൾ എന്നാൽ സമൂഹത്തിൻ്റെ അതിഭീകരമായ പ്രണയം തന്നെയാണ്, അല്ലെങ്കിൽ അതിൻ്റെ സമൂഹത്തിൻ്റെ ഓർഗാസം തന്നെയാണ്, അങ്ങനെ പറയുന്നുണ്ട്. സമൂഹത്തിൻ്റെ ഓർഗാസം തന്നെയാണ് യഥാർത്ഥത്തിൽ വിപ്ലവം എന്ന് പറയുന്ന സംഭവം. അപ്പോൾ ആ ഒരു സംഭവം കൂടി ഇതിനകത്തേക്ക് വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ കുറേ കാര്യങ്ങൾ എനിക്കിപ്പോൾ ഈ നോവല് ഉള്ളത് കൊണ്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഈ ഞാൻ എഴുതിയ സാധനങ്ങളൊക്കെ വായിച്ച് കിട്ടിയാൽ മതി. അത് വായിച്ച് കഴിഞ്ഞിട്ടാകുമ്പോൾ വരും. അത് പിന്നെ വായിച്ചു കഴിഞ്ഞപ്പോ ഒന്നോടും എഴുത്തുകാരനോട് പകയുണ്ടായാ മതി. ഇനി ഇന്ദ്രേട്ടനോട് ഒരു ചോദ്യം സന്തോഷത്തോടെ ചോദിച്ചിട്ട് നമുക്ക് ഓഡിയൻസിന് ആരെങ്കിലും 1-2 ചോദ്യങ്ങൾ ചോദിക്കുന്നെങ്കിൽ അങ്ങനെ അവസാനിപ്പിക്കാം. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ ഈ ഷൂട്ടിനൊക്കെ പോകുമ്പോൾ ശരിക്കും ഈ നായകന്റെ കൂടെയൊക്കെ അഭിനയിക്കുന്ന ആൾക്കാർ ഉണ്ടാവും. ചില ആൾക്കാരൊക്കെ വന്ന്, ചേട്ടാ ഞാൻ അഭിനയിക്കാം, ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോൾ അവരെ പിടിച്ച് നിർത്തും. കുറേ ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് നായകൻ കയറി പോകുന്ന വണ്ടി ചിലപ്പോൾ ഇയാളായിരിക്കും ഓടിക്കേണ്ടത്. വണ്ടി കൊണ്ടിടുമ്പോൾ, അയ്യോ എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയില്ല, അതിൻ്റെ തലേന്നൊക്കെ നമ്മൾ ചോദിച്ചിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും പറയുന്നത് വണ്ടി ഓടിക്കാൻ അറിയില്ല. അതുപോലെ ആനയെ കുതിരയൊക്കെ കൊണ്ട് നിർത്തുമ്പോൾ
ശരിക്കും ആ സമയത്ത് പറയും എനിക്ക് എൻ്റെ മേളിൽ കയറാൻ പറ്റില്ല, ഓടിക്കാൻ പറ്റില്ല, അല്ല റൈഡ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയും. ചില സമയത്ത് ഒരു പടത്തിൽ നമ്മളൊരു ആനയെ കൊണ്ടുവന്നു, ഉത്സവം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് നെറ്റിപ്പട്ടമൊക്കെ ഇട്ട് നിർത്തിയപ്പോൾ അത് സർക്കസിൽ നിന്ന് വന്ന ആനയാണ്. അത് സല്യൂട്ട് ചെയ്യുന്നു, പൂഴി വാരി എറിയുന്നു, കുത്തിമറിയുന്നു, അത് എഴുന്നള്ളുന്നില്ല. അപ്പോൾ അത്തരത്തിൽ ഏതെങ്കിലുമൊക്കെ കൗതുകരമായിട്ടുള്ള അനുഭവങ്ങൾ ചേട്ടന് ഷൂട്ടിനിടയിൽ ഉണ്ടായിട്ടുണ്ടോ, മൃഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ? അതങ്ങനെ എനിക്ക് തോന്നുന്നു ക്യാരക്ടറിനെ കുറിച്ചോ അല്ലെങ്കിൽ എന്താണ് കഥ പറയാൻ ഉദ്ദേശിച്ചത് നമ്മൾ കൂടെ അഭിനയിക്കുന്നവരെ കുറിച്ചൊക്കെ അന്വേഷിക്കാതെ ചെല്ലുന്നവർക്ക് ആണ് അങ്ങനെ പറയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ കാർ ഓടിക്കുന്നവനാണെങ്കിൽ ലോറി ആണെങ്കിലൊക്കെ അതിനെക്കുറിച്ച് അന്വേഷിക്കും. ഇപ്പം നമ്മൾ ഈ ആട് 3യുടെ വർക്ക് നടക്കുമ്പോൾ തന്നെ ഞങ്ങൾ 2-3 രൂപ ബാക്കി എല്ലാവരും എത്രയോ ദിവസം വലിയ ആർട്ടിസ്റ്റുകൾ ജയസൂര്യ ഉൾപ്പെടെ എല്ലാവരും 10 ദിവസം വീതം കുതിര സവാരിയൊക്കെ പഠിച്ച് അവിടെ നിന്ന് ആൾ വന്ന് അങ്ങനെയൊക്കെയാണ് വണ്ടി ഓടിക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഡേഞ്ചറസ് ഉണ്ടെങ്കിലേ ചെന്നൈയിൽ നിന്നൊക്കെ ബോംബെയിൽ നിന്നൊക്കെ ആൾ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല. പിന്നെ പെട്ടെന്ന് നിൽക്കുന്നവരൊന്ന് വാ നീ ആ പോലീസുകാരനാവ് ഡ്രസ്സ് എടുത്താണ് ഈ ജീപ്പ് ഓടിച്ചു പോകാന്ന് പറഞ്ഞാലേ അവൻ പറയും എനിക്കത് അറിയത്തില്ല എന്ന് പറയുള്ളൂ. ചേട്ടൻ അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിന് എന്തെങ്കിലും ഒരു പ്രത്യേക സ്കില്ല് അല്ലെങ്കിൽ എന്തെങ്കിലും സാധനം അങ്ങനെ ട്രെയിൻ ചെയ്തിട്ടുണ്ടോ, പഠിച്ചിട്ടുണ്ടോ? എനിക്ക് അറിഞ്ഞൂടാന്ന് പറയില്ല. എൻ്റെ അടുത്ത് ആ മാന്നാർ മത്തായി സ്പീക്കിങ്ങിന് ചെന്നപ്പോഴത്തേക്ക് കാർ ഓടിക്കണമെന്ന് പറഞ്ഞു. അറിഞ്ഞൂടാന്നൊന്നും പറഞ്ഞില്ല, ഞാൻ ഓടിച്ചു. അപ്പം അതിന് ഒരാൾ ശരിക്കും ഇരിക്കാൻ തന്നെ ഇടവില്ല, കുറേ പേരിങ്ങനെ കയറി പോകുന്നതാണ്. അപ്പോൾ ഞാനിങ്ങനെ ഈ കോസ്റ്റ്യൂമൊക്കെ എടുക്കാൻ ഷൊർണൂർ സ്ഥിരം ഷൂട്ട് നടക്കുമ്പോൾ ചെറുതുരുത്തിയിൽ നിന്ന് തൃശ്ശൂർ വരണം, നല്ല ടെക്സ്റ്റൈലൊക്കെ വേണമെങ്കിൽ. അപ്പോൾ ആ ഡ്രൈവർ ഇടയ്ക്ക് തിരുവനന്തപുരത്തുകാരാണെങ്കിൽ എനിക്ക് തിരിച്ചു ആളില്ലാത്തടത്ത് നിന്ന് സ്റ്റിയറിംഗ് ഒക്കെ തരും. ആ പരിചയം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഓടിച്ചു. അപ്പം ഹരിശ് അതറിയില്ല, ഒന്നിൽ തന്നെ ഇട്ടെങ്കിലും ചവിട്ടി പിടിക്കുമല്ലേ, ഈ സ്കൂട്ടർ അടിച്ചുള്ള പരിചയം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഹരിശ്രീ വശം തല വെളിയിലിട്ട് ഇങ്ങനെ ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരു തെങ്ങിൻ്റെ അടുത്തുകൂടെ പോയി അവനങ്ങ് അകത്ത് കയറിയിട്ട് പിന്നീട് ചോദിച്ചു നിനക്കറിയായിരുന്നു അവിടെ നമ്മൾ അറിഞ്ഞു. പിന്നെ ആരും കയറിയില്ല. പിന്നെ ഡയറക്റ്റ് തന്നെ ഇവൻ പറഞ്ഞിട്ടുണ്ടാവും. പിന്നെ എനിക്ക് അടുത്ത ദിവസം തന്നെ വണ്ടി ഓടിപ്പിക്കാനായിട്ട് തരുമായിരുന്നു. സന്തോഷേട്ടനോടൊരു ചോദ്യം കൂടി. സന്തോഷേട്ടൻ കഴിഞ്ഞൊരു 3-3.5 പതിറ്റാണ്ടായിട്ട് ചെറുകഥ എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ്. നമ്മൾ ആദ്യത്തെ ഒരുപിടി ഗോതമ്പ് മണികളുടെ ഓർമ്മ തൊട്ട് ഇപ്പോൾ ദേശാഭിമാനിയിൽ വന്നിട്ടുള്ള ചിൽഡ് ബിയർ വരെയുള്ള കഥകൾ, ഓരോ കഥകളും ഓരോന്നും വ്യത്യസ്തമായ കഥകൾ, ഒന്നും മാറ്റിവെക്കാൻ പറ്റാത്ത കഥകൾ, അത്രത്തോളം നമ്മുടെ ഉള്ളിലേക്ക് ഒരു വെടിച്ചില്ല് പോലെ തുളഞ്ഞു കയറിയിട്ട് ചിന്തിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും നമ്മളെ ആലോചിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കഥകൾ. ഒരു നോവൽ എന്ന് പറയുന്ന സന്തോഷേട്ടൻ അങ്ങനെ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ടെങ്കിലും നോവൽ എഴുതിയേ പറ്റൂ എന്നുള്ളൊരു അങ്ങനത്തെ ഒരു സംഗതിയിലോട്ടൊന്നും പോയിട്ടില്ല. വരെയാണെങ്കിൽ എഴുതാം എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു. പക്ഷെ നോവൽ എഴുതാൻ വേണ്ടി തുടങ്ങിയപ്പോഴേക്കും മറ്റൊരു അവസ്ഥയിലേക്ക് പോയി എന്നുള്ളതാണ്. കൂടെ വന്ന ആൾക്കാരും സമകാലീനരായിട്ടുള്ള ആൾക്കാരും പിന്നാലെ വന്നവരും അതിന് പിന്നാലെ വന്നവരൊക്കെ എഴുതി പോയിട്ടും സന്തോഷേട്ടൻ നോവൽ എന്ന് പറഞ്ഞ സാധനം ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിരുന്നു. പിന്നീട് അതൊക്കെ മാറ്റിയാണ് ഒരിക്കൽ പോലും ആലോചിക്കാത്തൊരു സബ്ജക്റ്റിലേക്ക് വരികയും അത് എഴുതി പൂർത്തിയാക്കുകയും ചെയ്തത്. ഇത് എഴുതി പൂർത്തിയാക്കിയപ്പോൾ സന്തോഷേട്ടൻ സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, നോവൽ ഒരു സ്വാതന്ത്ര്യമാണ്. അപ്പോൾ എൻ്റെ ഒരു ചോദ്യം, കഥ ഏതെങ്കിലും വിധത്തിൽ അസ്വാതന്ത്ര്യമാണോ? അല്ല, ഞാൻ ഇപ്പോൾ നോവൽ എഴുതുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് കഥ എഴുതുകയാണ് ഏറ്റവും പ്രയാസമുള്ള സംഭവം. കഥ എഴുതുക ഞാൻ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഒരു സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റിൽ നമ്മൾ എന്താണ് 7's ഫുട്ബോൾ അല്ല 11's ഫുട്ബോൾ കളിക്കുന്ന പോലെയാണ്. അപ്പം അത്രയും അല്ലേ, ഒരു ഗോണ്ടനാമോ ജയിലിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്ന പോലെയാണ് യഥാർത്ഥത്തിൽ പിന്നെ കഥ എഴുത്ത് എന്ന് പറഞ്ഞാൽ. അതിൻ്റെ സ്പേസ് അത്രയേ ഉള്ളൂ, വളരെ ചുരുങ്ങിയ സ്പേസാണ്. അപ്പോൾ അതിനകത്ത് ഇരുന്നിട്ട് ഈ സാധനത്തെ ആൾക്കാരിലേക്ക് സന്നിവേശിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ പടമാണ്. അതിനേക്കാളും ഭീകരമാണ് കവിത എഴുത്ത് എന്ന് പറയുന്നത്. അത് കവിത എഴുത്ത് ഭയങ്കര പാടാണ്. അത് കവിത എഴുത്താണെങ്കിൽ അത് ഭയങ്കര പാടാണ്. അല്ലാതിപ്പോൾ ഇഷ്ടംപോലെ സോഷ്യൽ മീഡിയയിൽ കവികളെ കൂട്ടിയിട്ട് നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. അപ്പോൾ അതല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ അത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഇപ്പോൾ വൈലോപ്പള്ളിയുടെ സഹ്യൻ്റെ മകനൊക്കെ എഴുതണമെങ്കിൽ അനുഭവിച്ചിരിക്കുന്ന ഇത്രയും കുറച്ച് വലിയ കവിതയാണ് എങ്കിലും അത്രയും വരികളിലേക്ക് ആ ആനയും ആ വിപ്ലവവും വിപ്ലവം മാത്രമല്ല എന്തൊക്കെയാണ് അത് ഏറ്റവും വലിയ ജനാധിപത്യത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും പോയാണത്. അപ്പോൾ അത് ഭയങ്കര പാടാണ്. അപ്പോൾ അത് പക്ഷെ ഒരു ചെറുകഥയിലേക്ക് ആക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ്. പക്ഷെ അത് നോവലിലേക്ക് ആക്കുമ്പോഴേക്കും ഭയങ്കര എളുപ്പമാണ്. ഭയങ്കര സ്പേസാണ് നമുക്ക് കളിക്കാൻ കിട്ടുന്നത്.
ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റെയ്മണ്ട് കാർവർ പറഞ്ഞിട്ടുണ്ട് എന്താ വെച്ചാൽ അത് അദ്ദേഹം ഇത് മാത്രം ഇംഗ്ലീഷ് മറ്റേ ഇതാണല്ലോ മറ്റേ അമേരിക്കൻ റൈറ്ററാണ്, ചെറുകഥകൾ മാത്രമേ എഴുതിയുള്ളൂ, ലോകത്തിലെ ഏറ്റവും വലിയ ചെറുകഥാകൃത്താണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു എന്തുകൊണ്ട് നോവൽ എഴുതുന്നവരും, പുള്ളി പറഞ്ഞാൽ എനിക്ക് ക്ഷമയില്ല, നോവൽ എഴുതാനുള്ള ക്ഷമ എനിക്കില്ല എന്നുള്ളത്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതല്ല, എനിക്ക് ഒടുക്കത്തെ പേടിയാണ് ഇത് എഴുതാൻ വേണ്ടിയിട്ട്. കാരണം ഞാനിങ്ങനെ ആലോചിക്കുന്നു ഇവന്മാരൊക്കെ എങ്ങനെയാണ് ഈ ഒരു 10-100 കഥാപാത്രത്തിലൊക്കെ കണക്ട് ചെയ്ത് ഇത് ഇങ്ങനെയാണ് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത്. ചെറുകഥയിലാണെങ്കിൽ ആകെ ഒരു 2-3 കഥാപാത്രത്തിൽ വെച്ച് നമുക്ക് കളിച്ചാൽ മതി. ഇതിപ്പോൾ ഇങ്ങനെ ഒരു മറ്റേ ഐ.വി. ശശി സിനിമ എടുക്കുന്ന പോലെയാണ്, ഇത്രയും ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നില്ലേ, അപ്പോൾ അത് വലിയൊരു പാടാണ്. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ തള്ളിപ്പോയത്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ ആരും അറിയാതെ മുമ്പൊരു നോവൽ എഴുതാൻ വേണ്ടിയിട്ട് ഒരു 12 അധ്യായം എഴുതിയിട്ട് കീറി കളഞ്ഞു, പറ്റുന്നില്ല. അതോടുകൂടി ഞാൻ മനസ്സിലാക്കി ഇനി വയ്യ, എനിക്കെന്നെ ജീവിതത്തിൽ നോവൽ എഴുതാൻ വേണ്ടി പറ്റില്ല എന്ന് കരുതി. പക്ഷേ പിന്നീട് എല്ലാറ്റിനും ഓരോ സമയമുണ്ട് എന്ന് പറയുന്ന പോലെ ഇപ്പോഴാണ് എനിക്കിത്. പക്ഷേ ഇപ്പം എനിക്ക് എന്തായാലും ഭയങ്കര ആത്മവിശ്വാസം വന്നു. അതൊക്കെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന സാധനം മാത്രമേ. നിരന്തരം നോവൽ പ്രതീക്ഷിക്കാനാണ്. ഇനി എന്തായാലും കുറെ കാലം ഞാൻ ബുദ്ധിമുട്ടി. താങ്ക് യു. ഇനി ഇതിനകത്തുനിന്ന് നമ്മുടെ ഓഡിയൻസ് ആരെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. നമ്മുടെ സമയം അരമണിക്കൂറായിരുന്നു, അരമണിക്കൂറായി. അഭിഷേക് അങ്ങനെയല്ലേ? ഓക്കെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിച്ചാൽ നല്ലതായിരിക്കും. നമസ്കാരം. ഇന്ദ്രൻ ചേട്ടനോട് ആദ്യം ചേട്ടൻ്റെ ആത്മകഥ അത് മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ വന്നപ്പോൾ വായിച്ചു. വളരെ സ്വതസിദ്ധമായ, ചേട്ടൻ സംസാരിക്കുന്നത് പോലുള്ളൊരു ഭാഷയിൽ എഴുതപ്പെട്ട വളരെ വ്യത്യസ്തമായ ഒരു ആത്മകഥയാണ്. അപ്പോൾ നൗഷാദ് സാറിനോട് ഞാൻ ചോദിച്ചു പുസ്തകം എന്നായിരുന്നു, പറഞ്ഞു അത് ഇനി അതിൽ പെർഫെക്ഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ അത് വീണ്ടും എഡിറ്റിംഗ് ഒക്കെ ചെയ്യുകയാണ്. ആ പുസ്തകം നമുക്ക് ഉടനെ പ്രതീക്ഷിക്കാമോ എന്നുള്ളതാണ്. വളരെ അതൊരു പുസ്തക രൂപത്തിൽ വായിക്കാനുള്ളൊരു വലിയ ആകാംക്ഷയുണ്ട്. അതുകൊണ്ട് അങ്ങനെയാണ് പറഞ്ഞു, ഉടനെ ഉണ്ടാവുമെന്ന് പറഞ്ഞു. എഡിറ്റിങ് കഴിഞ്ഞു. അപ്പോൾ അത് നമുക്ക് മലയാളത്തിൽ വളരെ വിഭിന്നമായ, പ്രത്യേകിച്ച് നമ്മുടെ തിരുവനന്തപുരത്തുകാരാകുമ്പോഴത്തേക്ക് അതിലെ ചില ഭാഷ പദങ്ങളും ഒക്കെ അത് തന്നെ നാട്ടിൻപുറത്ത് മറന്നുപോയ ചില വാക്കുകളൊക്കെ ചേട്ടൻ അതിൽ വളരെ വലിയ അളവിൽ ഉപയോഗിച്ചിട്ടുണ്ട്. മറ്റൊന്ന് സന്തോഷം, ഈ നോവൽ വലിയൊരു ക്യാൻവാസ് തരുന്നുണ്ട്. സി രാധാകൃഷ്ണൻ സാർ പറയുന്നു നോവൽ എഴുത്ത് വളരെ എളുപ്പമാണ്, ചുമ്മാ അങ്ങ് എഴുതിയാൽ പോരെ എന്ന് ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ചെറുകഥയിൽ നിന്ന് നോവലിലേക്ക് വരാൻ എന്തുകൊണ്ടാണ് മടിച്ചത് എന്നൊക്കെ ഉള്ള ഒരു കാര്യം പറഞ്ഞു. പക്ഷേ ഇപ്പം നമ്മുടെ പല ചെറുകഥകളും വളരെ ബൾക്കിയാണ്. ഈ പറഞ്ഞതുപോലെ അത് ഒരു സ്പേസേ ഉള്ളൂ എന്നുള്ള ഒരു തോന്നലോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തടസ്സമൊന്നും ഇല്ലാത്ത രീതിയിലാണ് പലരും എഴുതുന്നത്. അതിൻ്റെ വലിയ കുറവുകൾ നോവലിനുണ്ട്. ടി പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് കാച്ചിക്കുറുക്കി എഴുതാൻ പറ്റുള്ളൂ, അതുകൊണ്ട് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും നോവൽ എഴുതാൻ പറ്റില്ല. പക്ഷെ അതിൽ നിന്ന് പ്രത്യേകിച്ച് ഈ പുതിയ തലമുറയിൽപ്പെട്ട പല ചെറുകഥാകൃത്തുക്കളും മാതൃഭൂമി ആഴ്ചപ്പതിപ്പിലൊക്കെ 15 പേജ് 18 പേജൊക്കെയാണ് ചെറുകഥ വരുന്നത്. അത് ചെറുകഥയുടെ സൗന്ദര്യത്തെ ബാധിച്ചിട്ടുണ്ടോ? അല്ലേ, അത് അങ്ങനെ ചെറുകഥയ്ക്ക് അങ്ങനെ പ്രത്യേക സൗന്ദര്യം അങ്ങനെ കൽപ്പിക്കേണ്ട കാര്യമില്ല. ഇപ്പൊ ആന്റൺ ചെക്കോവിന്റെ ഒക്കെ രീതി അവലംബിച്ചുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നിരിക്കുന്ന ഈ പറയുന്ന പോലെ ഈ മുകുന്ദേട്ടന്റെ ചെറുകഥകളൊക്കെ ആയിക്കഴിഞ്ഞാലും ആ കാലഘട്ടങ്ങളിലെ എല്ലാ ചെറുകഥകളും ഈ രീതിയിൽ ഇപ്പൊ എം സുമാറിന്റെ ചെറുകഥകളായി കഴിഞ്ഞാലും അത്രയേ ഉള്ളൂ, ചെറിയ ചെറിയ സാധനങ്ങളാണ്. പക്ഷെ അത് അന്നത്തെ ഒരു രീതിയാണ്, മാധവിക്കുട്ടിയുടെ സംഭവങ്ങൾ. അപ്പൊ അങ്ങനെ ചെറുകഥകൾക്ക് ആ ചെറുകഥകൾ എന്ന് പറയുന്നത് ആ ഒരു ഇത്രയും വേർഡ്സിനകത്ത് ഒതുങ്ങി നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. അത് ആ കാലഘട്ടത്തിന്റെ ഒരു രീതിയാണ്. ആ പത്മനാഭന് ഇപ്പോൾ 90-95 വയസ്സായി. അപ്പൊ അദ്ദേഹം ഈ ചെറുകഥയുടെ ചരിത്രം മുതൽ ഇങ്ങോട്ടുള്ള ഒരു ഇതാണ്, അദ്ദേഹം അതങ്ങനെ എഴുതിപ്പോട്ടെ. പിന്നെ നമ്മുടെ കാലങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ ചെറുകഥ വലുതാവാൻ വേണ്ടി തുടങ്ങിയത്. യൂറോപ്പിലെ സാഹിത്യം വായിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ കാലവിനന്റെ എത്ര വലിയ ചെറുകഥകളാണ്, വലിയ ചെറുകഥകളാണ് അവിടെയൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളത് നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പൊ ഞാൻ തന്നെയാണ് ഈ പറയുന്ന പോലെ എൻ്റെ തുടക്കത്തിലൊക്കെയാണ് ഞാൻ എൻ്റെ പിന്നെ കഥകൾ വായിച്ചിട്ട് ആ കാലഘട്ടത്തിൽ, പിന്നെ ആദ്യ കാലഘട്ടത്തിലല്ലേ ഞാൻ ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോൾ എഴുതിയ പിന്നെ ദിനോസറിന്റെ മുട്ടയൊക്കെ വായിച്ചിട്ട് പറഞ്ഞു ഇതിൽ നോവൽ എഴുതേണ്ടത്ര വിഷയമുണ്ട് ഇതിൽ എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അതെ, അത് നമ്മളുടെ രീതിയാണത്. പക്ഷെ നിങ്ങൾ എല്ലാം കൂടിയിട്ട്
നിങ്ങൾക്ക് എഴുതി അതൊരു ചെറുകഥയാണെന്നും തോന്നിപ്പിച്ച് ഇതിനെയൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റണം. എന്നിട്ട് അതിന് അതേ സമയത്ത് തന്നെ ചെറുകഥയുടെ സ്വഭാവം ഉണ്ടായും വേണം. അപ്പോൾ അത് നിങ്ങളുടെ ക്രാഫ്റ്റ് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ചെറുകഥകൾക്ക് യാതൊന്നും സംഭവിക്കുന്നില്ല. ഇനി വേറൊരു രീതിയിലായിരിക്കും ചെറുകഥകൾ എഴുതാൻ വേണ്ടി പോകുന്ന ആൾക്കാർ. ചിലപ്പോൾ പഴയതിലേക്ക് തന്നെ തിരിച്ചു പോയേക്കാം. അങ്ങനെ എന്തും സംഭവിക്കാം. ഞാൻ ഈ വാക്കുകളുടെ എണ്ണത്തെക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഈ ചെറുകഥയുടെ ആ ഒരു ശില്പവുമായിട്ട് ബന്ധമില്ലാത്ത ഒത്തിരി അത് ഈ പറഞ്ഞ ശില്പം എന്ന് പറഞ്ഞാൽ ഓരോ കാലഘട്ടത്തിൽ ഉണ്ടാക്കുന്നല്ലേ ശില്പം നമ്മൾ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ആ ചെറുകഥയുടെ സമഗ്രത ഏതിനുണ്ടാവണം. നിങ്ങൾ വലുത് എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ, പക്ഷെ നിങ്ങളിപ്പോൾ നോവലേറ്റ് പോലെ 5ഉം 10ഉം അധ്യായങ്ങളിലേക്ക് പോകാന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പറയുന്ന പോലെ 10ഓ 15ഓ പേജുകളായി കഴിഞ്ഞാലൊന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അതിൻ്റെ സമഗ്രത വേണം. അത് നമ്മൾ പിടിച്ചു നിർത്തണം. നമ്മൾ അവിടെ നിൽക്കാൻ വേണ്ടി പറ്റണം. മഹുദക്കുട്ടിയുടെ 2 പേജ് കഥ നെയ്പായസം വായിക്കുന്ന പോലെ തന്നെ കൊമാല എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി പറ്റണം. അങ്ങനെ വായിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടെങ്കിൽ എന്തുണ്ട് അതിന്? ചെറുകഥയുടെ സമഗ്രത അതിനുണ്ട് എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ ഈ ഒരു ആ ചെറുകഥ വഴി പറയാൻ ഉദ്ദേശിക്കുന്ന കോർ എലിമെന്റിൽ നിന്ന് വളരെ പുറത്തിറങ്ങി പോകുന്നതും മാത്രമല്ല, കാലം മാറി. നമ്മൾ വിഷയം എത്ര ഭീകരമായ വിഷയങ്ങളാണ്. പണ്ടത്തെ ഒരു ബുക്ക് സ്റ്റാളാണോ ഈ ബുക്ക്? പണ്ട് ഇങ്ങനെയുള്ളൊരു ബുക്ക് സ്റ്റാളാണോ? പണ്ട് ചെറിയൊരു ഒതുങ്ങി കിടക്കുന്നതാണ്. ഇപ്പം നമുക്ക് എത്ര വിഷയങ്ങളാണ്. പണ്ട് മാധവിക്കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പുറത്തുള്ള അമ്മമ്മയുടെയും മറ്റേ അച്ഛമ്മയുടെയും മറ്റേ ആ കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അവിടെ ചെറിയ സ്ഥലത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് വലിയ കാര്യങ്ങൾ അവർ പറയുന്നു. പക്ഷെ നമ്മുടെ ഈ ലോകം എന്ന് പറയുന്നത് വളരെ വിശാലമായ ലോകമാണ്. ആ വിശാലമായ ലോകത്തെ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി പേജുകൾ നമുക്ക് ആവശ്യം വേണ്ടി വരും. പെട്ടെന്ന് ഒതുക്കാൻ വേണ്ടി പറ്റില്ല ആ സാധനം. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ചെറുകഥകളുടെ നീളം കൂടുന്നത്. യൂറോപ്പിലകത്തൊക്കെ നേരത്തെ സംഭവിച്ചു കഴിഞ്ഞു. കാരണം അവർ നമ്മളെക്കാൾ എത്രയോ മുമ്പ് ഡെവലപ്പായ ഒരു രാജ്യങ്ങളാണ്. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാവും തോന്നുന്നു. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞ കേട്ടോ. ചോദിക്കുന്നുണ്ടോ? എൻ്റെ പേര് രതീഷ് എന്നാണ്. എനിക്ക് ചോദിക്കല്ല ഒരു കാര്യം പറയാൻ. മാതംഗലീല എന്ന പുസ്തകത്തിൻ്റെ ടൈറ്റിൽ വന്നപ്പോൾ തന്നെ എൻ്റെ കൺസെപ്റ്റ് വളരെ കറക്റ്റായിരുന്നു എന്ന് സന്തോഷേട്ടൻ പറഞ്ഞത് മനസ്സിലായി. അതിനകത്തൊരു ഫാൻറ്റസി ആയിരിക്കുമെന്ന് ഞാൻ ഊഹിച്ചു. പിന്നീട് നമ്മൾ അവതാരകൻ പറഞ്ഞതുപോലെ ഈ സഖ്യൻ്റെ മകൻ എന്ന കവിതയിൽ അതിൻ്റെ പഠനത്തിൽ വിജയമാഷ് എഴുതിയിട്ടുണ്ട് ഈ ഗന്ധം ഉണ്ട്. അപ്പോൾ മാഷ് അത് പറയുകയും ചെയ്തു. അപ്പോൾ അത് തമ്മിലുള്ളൊരു പരസ്പര പൂരകമായി ഈ നോവലും വികസിക്കുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. പിന്നെ ഈ മാജിക്കൽ റിയലിസത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാനൊരിക്കൽ സുഭാഷ് ചന്ദ്രൻ ബി മുരളിയെ ഉദ്ധരിച്ചൊരിക്കൽ പറയുന്ന കേട്ടു. ഈ നമ്മൾ തിരുവനന്തപുരം നഗരത്തിലൂടെ പോകുന്ന സമയത്ത് ഒരു ട്രാഫിക് ഐലൻഡിൽ ഒരു റെഡ് സിഗ്നൽ കാണുന്ന സമയത്ത് ആ സീബ്ര ലൈനിലൂടെ ഈ ഓലയും ഒക്കെ പിടിച്ചുകൊണ്ട് ഒരു ആന ഇങ്ങനെ പോവുകയാണ്. പക്ഷെ അന്ന് ആ വണ്ടി നിർത്തിയിട്ടിരുന്ന വണ്ടിയിൽ ഈ ലാറ്റിൻ അമേരിക്കയിൽ നിന്ന് വന്ന ഒരു എഴുത്തുകാരൻ ഇരുന്ന് കാണുകയാണ്. ചർച്ചയിൽ കേട്ടുള്ളതാണ്. അപ്പം അദ്ദേഹം ഇത് കണ്ടിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മാജിക്കൽ റിയലിസം ഈ സംഭവിച്ചതല്ലേ എന്ന്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ മാഷ് സൂചിപ്പിച്ച ഇടയ്ക്ക് പറഞ്ഞു, ഈ ഞാനത് മാജിക്കൽ റിയലിസം ആണെങ്കിലും ഇതെല്ലാം പക്ഷേ എൻ്റെ നമുക്ക് കണ്ടനുഭവിച്ചു, അല്ലെങ്കിൽ മറ്റൊരാളായി മാറുന്ന ആനയും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെയൊക്കെ ഒരു പരസ്പര പൂരകമാകും ഈ നോവൽ. എനിക്ക് ചോദ്യമായിട്ട് പറയുകയല്ല, നോവൽ എന്നുള്ള ഒരു വലിയ വിശ്വാസം നമുക്ക് കൂടുതൽ വായിക്കാൻ, അത് പെട്ടെന്ന് വായിക്കാനുള്ളൊരു ടെൻഡൻസി അതിനകത്തുണ്ട് എന്ന് ഒരു കേൾവിക്കാരൻ നിലയിൽ എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് സന്തോഷ് മാഷിന് എല്ലാവിധ അഭിനന്ദനങ്ങളും, നോവലിനും എല്ലാ അഭിനന്ദനങ്ങളും. എൻ്റെ എല്ലാ ലക്കവും ഞാൻ വായിക്കുമായിരുന്നു. മദനേട്ടൻ്റെ ചിത്രങ്ങളായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാ അഭിനന്ദനങ്ങളും. എന്തായാലും ഈ നോവലിന് വേണ്ടി കാത്തിരിക്കുന്നു. അപ്പം പിന്നെ എനിക്കൊരു കാര്യം സന്തോഷത്തോട് ചോദിക്കാനുള്ളത്, ഈ ചെറുകഥ എഴുതി മുരളി സാറൊക്കെ ചെറുകഥ മാത്രം എഴുതി അങ്ങ് പോയവരാണ്. നോവലിലേക്ക് വഴിയിലേക്ക് വന്നപ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ ഈ കഥ നമ്മൾ ദേശീയ മൃഗം പോലെയുള്ള കഥകളും ഒക്കെ, അല്ലെങ്കിൽ കൊമാലയായാലും ബിരിയാണിയൊക്കെ വായിച്ചു വരുന്ന സമയത്തിൻ്റെ നോവലിലേക്ക് മാറിയ സമയത്ത് ഈ നോവലിൻ്റെയും കഥയുടെയും ക്രാഫ്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും ക്രാഫ്റ്റ് രൂപപ്പെടുത്തുന്നതിലോ അതിൻ്റെ ആഖ്യാനത്തിലോ അതിൻ്റെ ഭാഷ പ്രയോഗിക്കുന്നതിലോ നവീനമായൊരു ഭാഷ പ്രയോഗിക്കുമ്പോഴോ എന്തെങ്കിലും സങ്കീർണതകൾ ഭാഷാപരമായി ആഖ്യാനപരമായി എന്തെങ്കിലും സങ്കീർണതകൾ അനുഭവിക്കേണ്ടി വന്നു എന്നാണ്? ഇല്ല, ചെറുകഥയിൽ ഉപയോഗിക്കുന്ന ഭാഷ തന്നെയാണ് ഞാൻ നോവലിലേക്ക് ഉപയോഗിക്കുന്നത്. പക്ഷെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഈ നമുക്ക് നോവലിന് ഭയങ്കരമായ ക്ഷമയും അധ്വാനവും വേണം.
അതായത് ചെറുകഥകൾക്ക് ആ സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്ന സംഭവം മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളതിൽ ഭയങ്കരമായ മറ്റേ എഴുത്തിൻ്റെ കടച്ചൽ അതിഭീകരമായിട്ട് നമ്മൾക്ക് വരുന്നത് ചെറുകഥയിലാണ്. പക്ഷെ അതേ സമയത്ത് തന്നെ നോവൽ എഴുതുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് മുറാക്കാമിയൊക്കെ എഴുത്തുകാരൻ ആദ്യത്തെ നോവൽ എഴുതി കഴിഞ്ഞപ്പോൾ പുള്ളിക്ക് മനസ്സിലായി നല്ലോണം എന്ത് വേണം, നല്ല ഒരു ഫിസിക്കൊക്കെ വേണം, എന്നാൽ മാത്രമേ ഇത് എഴുതാൻ വേണ്ടി പറ്റൂ. അദ്ദേഹം ഓടാൻ തുടങ്ങി. അദ്ദേഹം ഒരു മാരത്തോൺ, ഒരു ആഴ്ചക്ക് ഒരു പ്രാവശ്യം മാരത്തോൺ ഓടും. അതുപോലെ തന്നെ ഇത് വലിയ പരിപാടിയാണ്, ഇത് എളുപ്പമുള്ള പരിപാടിയാണ്. നടനാവുക എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള പരിപാടിയാണ്, അത് വലിയ പരിപാടിയാണ്. ആ സമയത്ത് അത് മാറേണ്ട ഒരു സാധനം, അത് മാറും. പിന്നെ അതുപോലെ തന്നെ ഫിസിക്കൽ എഫേർട്ട് ചില കാര്യങ്ങൾക്ക് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എടുക്കേണ്ടി വരും. പിന്നെ ഈ ഒരു കഥാപാത്രമായിട്ട് മാറുമ്പോൾ നമ്മൾ മനസ്സിൽ ഉണ്ടാക്കുന്ന മനസ്സിനിട്ട് കടഞ്ഞ് ഇപ്പൊ പറഞ്ഞ ഒരു പുസ്തകം വായിച്ചിട്ട് അതിലത്തെ കാര്യങ്ങൾ നോക്കുന്നു, അല്ലെങ്കിൽ ഒബ്സർവേഷൻ അത്രയും ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മൾ സാംശീകരിച്ചുകൊണ്ട് മറ്റൊരാളായിട്ട് നമ്മൾ മാറേണ്ടി വരുന്നുണ്ട്. അപ്പൊ ഇതൊരു വലിയ പ്രവൃത്തിയാണ്. അപ്പൊ അതുപോലെ തന്നെ എഴുത്തിലും അങ്ങനത്തെ ഒരു സാധനമുണ്ട്. എഴുത്ത് എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു അധ്വാനാണ്. ഞാനിപ്പോൾ ഈ ഒരു 10 മാസം 12 മാസം കൊണ്ടാണ് ഈ 10 മാസം കൊണ്ടാണ് നോവൽ എഴുതിയത്. ഈ 10 മാസം ഞാൻ 12 മണിക്കൂർ ഞാൻ പണിയെടുത്തിട്ടുണ്ട്. 12 മണിക്കൂർ ഞാൻ ഡെയിലി പണിയെടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ എടുത്തിട്ടാണ് നമ്മളിത് എഴുതുന്നത്. അത് നല്ലതാണോ ചീത്തയാണോ എന്നുള്ള രണ്ടെണ്ണം കാര്യമാണ്. അപ്പം അത്രയും പണിയുണ്ട് അതിൻ്റെ പിറകിൽ ഓരോ സാധനം ചെയ്യുമ്പോൾ. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ക്രാഫ്റ്റൊക്കെ ഏകദേശം ഒരു ഇത് തന്നെയാണ്, നല്ല ഇതുമാണ്. അതുകൊണ്ട് ചെറുകഥ നോവൽ ആരെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ നേരത്തെ എഴുതിക്കോ. ഇത്രയും വയസ്സാകുമ്പോൾ ഇതാക്കുണ്ടാവും. വയസ്സാകുമ്പോൾ ശബരിമലക്ക് പോകണം എന്ന് തോന്നുന്ന പോലെ, 80ാമത്തെ വയസ്സിൽ ശബരിമലക്ക് പോകണം എന്ന് പറയുന്ന പോലെയാണ് ഈ അവസ്ഥ. അത് വേണ്ട അല്ലേ ഇന്ദ്രൻചേട്ടാ? അപ്പോൾ വലിയ സന്തോഷം. മാതംഗലീല വലിയ രീതിയിൽ വായിക്കപ്പെടട്ടെ. അതൊരു എഴുത്തിൻ്റെ ഒരു വേറൊരു ടേൺ സാഹിത്യം എടുക്കുന്നൊരു സന്ദർഭമായി തീരട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ഇവിടെ പങ്കെടുത്ത എല്ലാവർക്കും ഈ പ്രോഗ്രാമിൻ്റെ ഒരു ഒരു ഏകോപനം നടത്തിയ ഒരാൾ നിലയ്ക്ക് ഞാൻ നന്ദി പറയുന്നു.